നമസ്കാരം, എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഫേസിൻ്റെയും സെക്കൻഡ് ഫേസിൻ്റെയും ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയാണ് നമ്മൾ ഈ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് അയ്യങ്കാളിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ 1, നാണുവാശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. ഓപ്ഷൻ 2, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ 3, പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. ഓപ്ഷൻ 4, വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ മുകളിൽ തന്നവയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായതെന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇത് കേരള നവോത്ഥാനം എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി നോക്കാം. 1881 അഞ്ചുതെങ്ങിൽ ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ചു. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 1903 SNDP സ്ഥാപിച്ചു. 1904 വിവേകോദയം പത്രം ആരംഭിക്കുകയും ശിവഗിരി മഠം സ്ഥാപിക്കുകയും ചെയ്തു. 1908 തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. 1912 ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തി. 1914 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1915 മിശ്രഭോജനം നടത്തി. 1922 ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ടാഗോർ വന്നു. 1924 ആലുവ സർവമത സമ്മേളനം നടത്തി. ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ആലപ്പുഴ ജില്ലയിലെ കളവൻകോട്ട് ക്ഷേത്രത്തിലാണ്. അവിടെ ഓം എന്നെഴുതി ഒരു കണ്ണാടി കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആലുവ സർവമത സമ്മേളനത്തിൽ പറഞ്ഞൊരു കോട്ട് നമുക്ക് നോക്കാം. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. അടുത്ത നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചൻ. 1909 പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ പൊയ്കയിൽ യോഹന്നാൻ എന്നും കുമാരഗുരുദേവൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. 1906 വാകത്താന ലഹളയിൽ ബൈബിള് കത്തിച്ചത് ഇദ്ദേഹമാണ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നത് ഈ പൊയ്കയിൽ അപ്പച്ചനാണ്. ഇനി രത്നമണികൾ എന്നത് പൊയ്കയിൽ അപ്പച്ചൻ്റെ കവിതയാണ്. ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നാണ് ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നത്. 1883 ഈ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. അതേപോലെ 1892 വിവേകാനന്ദനെയും കണ്ടുമുട്ടി. ഇനി ചട്ടമ്പി സ്വാമികളുടെ കുറച്ച് പുസ്തകങ്ങൾ പറയാം. വേദാധികാര നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം. ഇതിലെ അവർണർക്കും വേദം പഠിക്കാം എന്ന ആശയത്തിലൂന്നി എഴുതിയൊരു പുസ്തകമാണ് വേദാധികാര നിരൂപണം എന്നത്. ഈ പുസ്തകത്തിനെ കണ്ട് ഈ വിവേകാനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഇത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഏത് പുസ്തകത്തിനെ പറ്റിയാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്? അത് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തെ പറ്റിയാണ്. അടുത്ത നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകനാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹം ആരംഭിച്ച സംഘടനകൾ നോക്കാം നമുക്ക്. അരയ സമാജം, വാല സമുദായ പരിഷ്കാരിണി സഭ, കല്യാണദായിനി സഭ, അരയ വംശോദ്ധാരണി മഹാസഭ, സമുദായ സേവിനി. ഇവയെല്ലാം അദ്ദേഹം ആരംഭിച്ച സംഘടനകളാണ്. കേരള ലിങ്കൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹം ആരംഭിച്ച മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക തുടങ്ങിയവയെല്ലാം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. പൗരത്വമാണ് 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? അത് ആർട്ടിക്കിൾ 14 ആണ്. ഈ ആർട്ടിക്കിൾ 14 വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശമാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നതെന്ന് നോക്കാം. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ ആർട്ടിക്കിളിൽ 15 പറയുന്നത്.
വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, വിനോദ കേന്ദ്രങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, സ്നാനഘട്ടങ്ങൾ, റോഡുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഒരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. ജാതി, മതം, വിശ്വാസപ്രമാണം, ലിംഗം, ഭാഷ, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ 15 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 16. അവസര സമത്വമാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പൊതുനിയമനങ്ങളിൽ എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പു നൽകുന്നു. ജാതി, മതം, ലിംഗം, ദേശം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും ആർക്കും പാടില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ 16 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിലെ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? അത് നടത്തിയത് 1971 ഇന്ത്യയിൽ പ്രധാനമായും 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 352 ദേശീയ അടിയന്തരാവസ്ഥയാണ്. സായുധ കലാപമോ വിദേശ ആക്രമണമോ യുദ്ധമോ ഉണ്ടായാൽ പ്രഖ്യാപിക്കുന്നതാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ. ഇത് 352. ചൈനീസ് ആക്രമണത്തെ തുടർന്ന് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നീട് 1971 പാക് ആക്രമണത്തെ തുടർന്ന് വി ഗിരി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം 1975 ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 356. ഇതിനെ രാഷ്ട്രപതി ഭരണമെന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങളിൽ ഭരണഘടനാപരമായ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഈ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നത്. രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. 1951 പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് കേരളത്തിലാണ്. 7 തവണ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിട്ട ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭ EMS മന്ത്രിസഭയാണ്. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇത് ആർട്ടിക്കിൾ 360 പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ്? അത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു. അപ്പം ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി എന്ന് പറഞ്ഞത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു. 2023 76ാം സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത്. 2023 76ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മുഖ്യാതിഥി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ആയിരുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? അത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ ഈ താഴെ പറയുന്നവരിൽ ഒരംഗം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. അടുത്ത ചോദ്യം, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഇതിൽ ശരിയല്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ബാക്കിയെല്ലാം ശരിയായതാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 6 വർഷമോ അഥവാ 65 വയസ്സ് വരെയാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഇത് മാത്രമാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായത്. ബാക്കിയുള്ളവയെല്ലാം തെറ്റാണ്.